കഥയിൽ അധികം വൈകാതെ ട്വിസ്റ്റും ടേണും വഴിത്തിരിവും എല്ലാം വരാൻ പോകുന്നുണ്ട്. പക്ഷെ അതിനു മുമ്പ് കാവേരി ഇപ്പം നല്ല സ്ട്രോങ് ആയിട്ട് ജയപാലന് ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. ഇതുവരെ ചെയ്തതുപോലെ വെറുതെ ഡയലോഗ് അടിച്ച് നിങ്ങളെ ഞാൻ പൂട്ടും, നിങ്ങളെ ഞാൻ കുടുക്കും എന്നൊക്കെ പറഞ്ഞ ഡയലോഗ് അടിച്ചിട്ട് പോവാതെ ഇപ്പം കറക്റ്റായിട്ട് ഒരു വാർണിംഗ് കൊടുത്തിരിക്കുകയാണ്. 3 ദിവസത്തെ സമയവും കൊടുത്തിട്ടുണ്ട്. ആ 3 ദിവസത്തിനുള്ളിൽ നീളമോളുടെ ട്രീറ്റ്മെൻറ്റിന് ആവശ്യമായിട്ടുള്ള 10 ലക്ഷം രൂപ കാവേരിയുടെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തിയിട്ടാണ് കാവേരി പോയിരിക്കുന്നത്. കൂടെ ഒരു വലിയ സ്ക്രൂ ഡ്രൈവറൊക്കെ കാണിച്ച് കേറ്റും ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ജയപാലൻ എന്തായാലും ഇങ്ങനെയുള്ള ഭീഷണിയിലൊന്നും പേടിക്കുന്ന ആളല്ല. പക്ഷെ ഈ സമയത്ത് ആള് ചെറുതായിട്ടൊന്ന് പേടിക്കാൻ പോകുന്നുണ്ട്. കാരണം എന്താന്ന് വെച്ചാൽ കാവേരി 3 ദിവസത്തിനുള്ളിലാണ് പണം ഏൽപ്പിക്കണം എന്ന് പറഞ്ഞത്. ഈ 3 ദിവസം എന്ന് വെച്ചാൽ 3 ദിവസം കഴിഞ്ഞാണ് നിവിനും രാഗിണിയും തമ്മിലുള്ള കല്യാണം നടക്കാൻ പോകുന്നത്. അപ്പൊ 3 ദിവസത്തിനുള്ളിൽ കാവേരിക്ക് പണം കൊടുത്തില്ലെങ്കിൽ ആ കല്യാണത്തിൽ വന്ന് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കും എന്നുള്ള അർത്ഥവും കൂടെ അതിലുണ്ടല്ലോ. അപ്പൊ അത് വിചാരിച്ച് ജയപാലനും രാഗിണിയും ചെറുതായിട്ടൊന്ന് പേടിച്ചിരിക്കുകയാണ് കേട്ടോ. നിവിൻ മറ്റൊരു സൈഡിൽ കാവേരി കാവേരി എന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടല്ലോ. അത് തന്നെ ജയപാലന് വലിയൊരു തലവേദനയാണ്. അപ്പൊ അതിനിടയിൽ പ്രശ്നം ഉണ്ടാക്കുന്ന കാവേരിയും പറയുമ്പോൾ ജയപാലൻ ഈ സമയത്ത് ചെറുതായിട്ടൊന്ന് വിട്ടുകൊടുക്കാൻ തീരുമാനിക്കുകയാണ്. കൂടെ രാഗിണി ജയപാലനോട് പറഞ്ഞിട്ടുണ്ട്, ആ കല്യാണത്തിൽ ഇവള് കാരണം എന്തെങ്കിലും പ്രശ്നം ഉണ്ടായാൽ അവളെയും വെച്ചേക്കില്ല അച്ഛനെയും വെച്ചേക്കില്ല എന്ന് അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് രാഗിണി. അങ്ങനെ ജയപാലൻ ഒന്ന് പേടിക്കുകയാണ്. അങ്ങനെ ഇപ്പൊ ജയപാലന്റെ ആവശ്യം എന്താന്ന് വെച്ചാൽ ഈ കല്യാണം എങ്ങനെയെങ്കിലും നടക്കണം, അത്രയല്ലേ ഉള്ളൂ. അപ്പൊ ഇവള് കാരണം അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാവണ്ടെന്ന് കരുതി പോട്ടെ, 10 ലക്ഷം രൂപയല്ലേ, പോട്ടെ, കല്യാണം നടക്കുന്നതാണല്ലോ വലുത്. കോടിക്കണക്കിന് അടിച്ചു മാറ്റിയിട്ടുണ്ട് അരവിന്ദന്റെ കയ്യിൽ നിന്ന്. അതിന് ഈ ഒരു 10 ലക്ഷം പോയി എന്ന് വെച്ചിട്ട് എന്താവാനാണ് എന്നൊക്കെ വിചാരിച്ച് ജയപാല് കൊണ്ടുപോയി കൊടുക്കാൻ പോകുന്നുണ്ട്. അതിന്റെ കൂടെ തന്നെ ഇന്നത്തെ എപ്പിസോഡിൽ വിനീത് വല്ലാതെ ക്രൂവലാവുന്നുണ്ട് ഈ നിവിനോട്. ഇത്രയ്ക്കൊക്കെ വലിയ തെറ്റ് നിവിൻ ചെയ്തോന്നാണ് അറിയാത്തത്. ഇപ്പം നിവിൻ ഞാനൊന്ന് പറയട്ടെ എന്ന് പറഞ്ഞ് തയ്യൽക്കടയിൽ വന്ന് പറയാൻ നിൽക്കുമ്പോഴും അതിനൊന്നും സമ്മതിക്കാതെ വിനീത് ഇറങ്ങിപ്പോടാ അവിടുന്ന്, നിന്നെ എനിക്ക് കാണണ്ട, 10 ലക്ഷം രൂപ തരാമെന്നും പറഞ്ഞ് എന്നെ വിലയ്ക്ക് വാങ്ങാൻ വന്നതാണോ നീ എന്നൊക്കെ പറയുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ നിളമോളൊന്നും പറയണ്ട, നിളമോള് ഞങ്ങളുടെ മാത്രമാ, ഞങ്ങളുടെ കൂട്ടത്തിൽ നീ ഇല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിവിൻ വല്ലാത്ത കണ്ണീരും കാര്യങ്ങളൊക്കെ ആയിട്ട് ഭയങ്കര വിഷമത്തോടു കൂടി അവിടെ നിന്ന് ഇറങ്ങി പോവാണ് കേട്ടോ. അപ്പൊ ഇനി വരാൻ പോകുന്ന എപ്പിസോഡ്സിൽ നിവിൻ ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് ഇരിക്കുമ്പോൾ നിവിൻ്റെ അച്ഛനും അമ്മയും കൂടെ വന്ന് പറയും, ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞങ്ങളുടെ ശവം കാണും, ഞങ്ങൾ പിന്നെ ജീവനോടെ ഇരിക്കില്ല എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാളും നല്ലത് ഒറ്റയടിക്ക് അങ്ങോട്ട് മരിക്കണതാണ്. നിങ്ങൾ മരിക്കണ്ട, ഞാൻ മരിക്കാം, ഇല്ലെങ്കിൽ ഞാൻ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാം, അതാ നല്ലത് എന്നൊക്കെ പറഞ്ഞ് നിവിൻ വല്ലാതെ സംസാരിക്കുന്നുണ്ട്. നിവിൻ്റെ അവസ്ഥയോ നിവിൻ്റെ വിഷമങ്ങളോ ഇവർക്ക് ആർക്കും അറിയേണ്ട ആവശ്യമേ ഇല്ല എന്നുള്ള പോലെയാണ്. കല്യാണമായിട്ട് ഇങ്ങനെ മുന്നോട്ട് പോവാണ്. രാഗിണിയൊക്കെ നല്ല സന്തോഷത്തിലാണ്. പക്ഷെ നിവിൻ്റെ കല്യാണത്തിന് സമ്മതമല്ല, അത് ആർക്കും ഒരു പ്രശ്നവുമില്ല. അങ്ങനെയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. കാവേരി എന്തായാലും ഇതിനെക്കുറിച്ച് ഒന്നും ആലോചിക്കുന്നില്ല. കാവേരി നേരെ ജയപാലനെ പോയി ഭീഷണിപ്പെടുത്തിയിട്ട് വന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ 3 ദിവസത്തിനകം അയാൾ ഇവിടെ പണം കൊണ്ടുവന്ന് തരും എന്നുള്ള ഒരു ഉറപ്പ് അമ്മയ്ക്കും ഗംഗയ്ക്കൊക്കെ കൊടുക്കുകയാണ്. ആരും സ്വർണം പണയം വെക്കാനോ വിൽക്കാനോ ഒന്നും പോകേണ്ട ആവശ്യമില്ല. 3 ദിവസത്തിനുള്ളിൽ ജയപാലൻ പണവുമായിട്ട് ഇവിടെ വരും. നമ്മുടെ അച്ഛൻ്റെ പണമാണ്, നമുക്ക് അവകാശപ്പെട്ട പണമാണ്, അത് വെച്ച് വേണം നീളയുടെ ഓപ്പറേഷൻ ചെയ്യാൻ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ കൂടെ തന്നെ ഇവർ തിരുവനന്തപുരത്തേക്ക് മാറാൻ തീരുമാനിക്കുന്നുണ്ട്. നീളയുടെ ഓപ്പറേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ ആകുമ്പോൾ ഇവിടത്തെക്കാളും കുറച്ചും കൂടെ ബെറ്റർ ആയിട്ടുള്ള ഹോസ്പിറ്റലും ട്രീറ്റ്മെൻറ്റ് കാര്യങ്ങളൊക്കെ തിരുവനന്തപുരത്ത് കിട്ടും എന്ന് വിചാരിച്ച് തിരുവനന്തപുരത്തേക്ക് ഇവർ മാറി താമസിക്കാൻ പോകുന്നുണ്ട്. നീളയുടെ ട്രീറ്റ്മെൻറ്റ് കാരണം മാത്രമല്ല, മൊത്തത്തിൽ ഇവിടുത്തെ ഈ ഒരു അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കണം എന്ന് ഈ അമ്മയും മക്കളും വിചാരിക്കുകയാണ് കേട്ടോ. പ്രത്യേകിച്ച് അമ്മ വിചാരിക്കുകയാണ്. അങ്ങനെ വിനീത് ആദ്യം സമ്മതിക്കുന്നില്ല കേട്ടോ, അതൊന്നും ശരിയാവില്ല എന്നൊക്കെ പറയുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ വിനീതിൻ്റെ വീടും അമ്മയും എല്ലാവരും ഇവിടെയാണല്ലോ, അതുകൊണ്ട് വിനീതിന് തീരെ മനസ്സില്ല. അങ്ങനെ ഗംഗ എങ്ങനെയൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിക്കുകയാണ് കേട്ടോ വിനീതിനെ. ഞങ്ങൾ എല്ലാവരും പോവുകയാണ്, വിനീതേട്ടൻ വരികയാണെങ്കിൽ വന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സമ്മതിപ്പിക്കുമ്പോൾ അവസാനം വിനീതും ഇവരുടെ കൂടെ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ വിനീത് അത് അമ്മ സുജാതയോട് പോയി പറയുമ്പോൾ സുജാത ഒരുപാട് വിഷമിക്കാനൊക്കെ പോകുന്നുണ്ട്. പക്ഷേ ആ കുടുംബത്തിന് ഇപ്പം ആരും ഇല്ലാത്തതല്ലേ, പിന്നെ അവിടെ ട്രീറ്റ്മെൻറ്റും എല്ലാം ചെയ്യേണ്ടതല്ലേ, അപ്പോൾ പിന്നെ നീ അങ്ങോട്ട് പോ, അവരുടെ കൂടെ പോ, അതാ നല്ലത് എന്നൊക്കെ പറയുന്നതുകൊണ്ട് അങ്ങനെ വിനീത് ഇവരുടെ കൂടെ പോകാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ എല്ലാവരും ഇനി തിരുവനന്തപുരത്ത് പോയതിന് ശേഷം അവിടെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് ഇവരൊരു വീട് കണ്ടുപിടിക്കും. നോക്കുമ്പോൾ അവസാനം എന്താ പറയുക, അവിടെയും വന്നിട്ടുണ്ടാവും ഈ വില്ലൻ. ഇവർ കഷ്ടപ്പെട്ട് കണ്ടുപിടിച്ച വീട് ആ ജയപാലൻ്റെ വീടായിരിക്കും. ജയപാലൻ ഇവിടെയും സ്വത്തുക്കളുണ്ട്, ഇവിടെയും വീടും പറമ്പും എല്ലാം ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ 3 ദിവസം കഴിഞ്ഞ് നിവിനും രാഗിണിയുമായിട്ടുള്ള കല്യാണം നടക്കാൻ പോവുകയാണെന്നൊക്കെ യമുനെ അറിയുമ്പോൾ യമുന വല്ലാതെ അങ്ങനെ ടെൻഷനാവും കേട്ടോ. അപ്പം ഞാൻ എന്ത് ചെയ്യും, നിവിനായിട്ട്
രാഗിണിയെ വിവാഹം കഴിക്കുമോ എന്നൊക്കെ വിചാരിച്ച് പേടിക്കാൻ പോകുന്നുണ്ട്. അങ്ങനെ നിവിൻ റോഡിൽ വെച്ച് യമുനയെ കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. അതായത് കാവേരിയോട് പറയാൻ പറ്റാത്ത കാര്യം കാവേരി ഇപ്പൊ സംസാരിക്കാൻ തന്നെ നിന്ന് തരുന്നില്ലല്ലോ. അങ്ങനെ കാവേരിയെ കാണാനോ സംസാരിക്കാനോ ഉള്ളൊരു ചാൻസ് ഇല്ലാത്തതുകൊണ്ട് നിവിൻ യമുനയെ കണ്ട് സംസാരിക്കാൻ പോകുന്നുണ്ട്. എന്താന്ന് വെച്ചാൽ ഒരു പേടിയും വേണ്ട, ഈ വിവാഹം ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ എങ്ങനെയും ഈ വിവാഹം മുടക്കും, ജയപാലനോ രാഗിണിയോ വിചാരിച്ചാൽ എൻ്റെ മനസ്സ് മാറ്റാൻ കഴിയില്ല എന്നൊക്കെ യമുനയോട് പറഞ്ഞ് യമുനയ്ക്ക് വാക്കൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ യമുന വിചാരിക്കുകയാണ് യമുനയ്ക്ക് വേണ്ടിയിട്ടാണ് നിവിൻ ഈ കല്യാണം മുടക്കാൻ പോകുന്നതെന്നൊക്കെ തെറ്റിദ്ധരിക്കുകയാണ്. ആക്ച്വലി നിവിൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ കാവേരിയോട് പറയണം, പേടിക്കണ്ടെന്ന് പറയണം, ധൈര്യം കൊടുക്കണം, ഞാൻ എങ്ങനെയും ഈ കല്യാണം മുടക്കും, അതാണ് നിവിൻ ഉദ്ദേശിച്ചത്. പക്ഷേ സീരിയലിൽ എപ്പോഴും ഇങ്ങനെ കറക്റ്റായിട്ട് പറയില്ലല്ലോ, കാവേരിയോട് പറയണം എന്നൊന്നും പറയില്ലല്ലോ. അതേപോലെ തന്നെ നിവിൻ ഇവിടെ കാവേരിയോട് പറയണം എന്നൊന്നും പറയുന്നില്ല, ജസ്റ്റ് ഈ കല്യാണം മുടക്കും, നിങ്ങൾ ആരും പേടിക്കണ്ട എന്നൊക്കെ പറയുന്നതുകൊണ്ട് യമുന തെറ്റിദ്ധരിക്കുകയാണ് വീണ്ടും. അങ്ങനെ നിവിൻ ഇവിടെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് പോരാടി കല്യാണമൊക്കെ മുടക്കിയതിന് ശേഷം നോക്കുമ്പോൾ അപ്പോഴേക്കും കാവേരി ജയപാലൻ്റെ കയ്യിൽ നിന്ന് ആ പണം കിട്ടിയതിന് ശേഷം നാട് വിട്ട് ട്രിവാൻഡ്രത്തേക്ക് പോയിട്ടുണ്ടാവും. അങ്ങനെ അതിനുശേഷം നിവിൻ തിരുവനന്തപുരത്ത് പോയി അവിടെ വെച്ച് കാവേരിയെ കൺവിൻസ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. കൂടെ ഈ രാഗിണിയും ജയപാലനൊക്കെ വരും കേട്ടോ. അപ്പോഴേക്കൊക്കെ ഈ നിവിനും രാഗിണിയുമായിട്ടുള്ള കല്യാണം മുടങ്ങുമ്പോൾ തന്നെ ജയപാലനും നിവിനുമായിട്ട് തെറ്റി പിരിഞ്ഞിട്ടുണ്ടാവും. ഇനിയിപ്പോൾ രാഗിണിക്ക് നിവിനെ വേണ്ട, എൻ്റെ മോൾക്ക് ഇനി ഇഷ്ടം പോലെ നല്ല പയ്യന്മാരെ കിട്ടും, നിവിൻ തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല എന്നൊക്കെ പറഞ്ഞ് രാജേശ്വരിയോടും നിവിനോടൊക്കെ വല്ലാതെ തർക്കിച്ച് ബഹളം വെച്ച് ഇനി നിങ്ങളുമായിട്ട് ഒരു ബന്ധവുമില്ല എന്നൊക്കെ പറഞ്ഞ് ജയപാലനും രാഗിണിയും നിവിനും നിവിൻ്റെ ഫാമിലിയുമായിട്ടുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിച്ച് ഇറങ്ങി വരാനൊക്കെയാണ് പോകുന്നത്. അപ്പോൾ അതിനിടയ്ക്കൊക്കെ നിവിനും വിനീതേട്ടനുമായിട്ടുള്ള പിണക്കമൊക്കെ മാറുകയാണെങ്കിൽ നന്നായിരിക്കും. കൂടെ തന്നെ ഈ നിവിനും കാവേരിയും എന്തായാലും പെയറല്ല എന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ പിന്നെ നിവിൻ ആരെ വിവാഹം കഴിക്കുന്നതായിരിക്കും നല്ലത്, രാഗിണിയാണോ അതോ യമുനയാണോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നതെന്ന് പറയൂട്ടോ. താങ്ക് യു, ബൈ.